ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെപ്പോഴും ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് അല്പം ശ്രവിക്കാം. നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അബ്രഹാമിൻ്റെയും യോശുവായുടെയും നോഹയുടെയും ഹനോക്കിൻ്റെയും എല്ലാം ജീവിതം എപ്രകാരം നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്രതീക്ഷിതമായി ഒരു ഭിക്ഷക്കാരനെ പറ്റി വിവരിക്കുന്നുണ്ട്. എപ്രകാരമാണ് ഒരു ഭിക്ഷക്കാരൻ ഇത്രയും മഹത്തായ ഒരു പുസ്തകത്തിൽ സ്ഥാനം പിടിച്ചത് എന്നതിനെപ്പറ്റി ചിന്തിക്കുകയാണ് എങ്കിൽ, എന്താണ് അതിൻ്റെ പിറകിലെ കാരണം എന്നതിനെപ്പറ്റി അന്വേഷിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, വിശ്വാസം കൊണ്ട് വേദപുസ്തകത്തിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയായിരുന്നു അന്ധനായ ബാർത്തിമായി. നമുക്ക് മുൻപേ നടന്ന വിശ്വാസന്മാരുടെ ആ പട്ടികയിലേക്ക്, നമുക്ക് മുൻപേ നമുക്ക് വേണ്ടി പാത തെളിച്ച വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് ഇവിടെ അന്ധനായ ബാർത്തിമായും ഉയർത്തപ്പെടുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥനാപൂർവം നമുക്ക് പോകാം ആ ബാർത്തിമായുടെ ജീവിത ചരിത്രത്തിലേക്ക്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കേണ്ടതിന്. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്നായ പിതാവേ, ഈ നിമിഷം കർത്താവെ, അടിയങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. അടിയങ്ങളെ കാണുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഈ നിമിഷം നീ അടിയങ്ങളുടെ അകക്കണ്ണിനെ പ്രകാശിപ്പിക്കുമാറാകണമേ. തിരുവചനത്തിലെ സത്യങ്ങളെ പഠിക്കുവാൻ, അതിനെ ശോധന ചെയ്യുവാൻ, അതിനെ അടിയങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ അടിയങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ നീ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അന്ധനായ ബാർത്തിമയെപ്പറ്റി നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും ഇദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ പോകാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46-ാം വാക്യം. അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബാർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ വഴി അരികെ ഇരുന്നിരുന്നു. തിമായിയുടെ മകനായ അന്ധനായ ഭിക്ഷക്കാരനായ ബാർത്തിമായി ഇപ്പോൾ ഇവിടെ കടന്നു വരികയാണ്. നമുക്ക് നോക്കാം, ബാർത്തിമായി ഒരു അന്ധനായിരുന്നോ അതോ ആത്മീയമായി അവൻ്റെ കണ്ണുകൾ പ്രകാശിച്ചിരുന്നോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ യേശു ക്രിസ്തുവും അവൻ്റെ ശിഷ്യന്മാരും യെരിഹോവിൽ എത്തിയപ്പോൾ, അതിനുശേഷം യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് തിമായിയുടെ മകനായ ഈ ബാർത്തിമായിയെ ശ്രദ്ധിക്കുന്നത്. ഒരു ഭിക്ഷക്കാരനെ പറ്റി ബൈബിളിലെ 2 പ്രധാന സുവിശേഷങ്ങൾ വിവരിക്കുന്നുണ്ട്. അത്രയധികം പ്രാധാന്യം ലഭിച്ച ഒരു ഭിക്ഷക്കാരൻ വേറെ ഏതെങ്കിലും സുവിശേഷങ്ങളിലോ വേദ പുസ്തകത്തിലോ ഉണ്ടോ എന്നത് സംശയകരമാണ്. എന്നാൽ ഈ സുവിശേഷങ്ങളിൽ ഇടം പിടിച്ച ഈ ഭിക്ഷക്കാരൻ്റെ, ബാർത്തിമായി എന്ന് പറയുന്ന തിമായിയുടെ മകനായ ഈ ഭിക്ഷക്കാരൻ്റെ, ഈ അന്ധൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. എന്ത് പ്രത്യേകതയാണ് ഈ അന്ധൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 47-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. നസ്രയനായ യേശു ക്രിസ്തുവാണ് തൻ്റെ അരികിൽ കൂടി കടന്നു പോകുന്നത് എന്ന് കേട്ടിട്ട്, എന്ന് മനസ്സിലാക്കിയിട്ട് തിമായിയുടെ മകനായ ഈ അന്ധനായ ഭിക്ഷക്കാരൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും, ബാർത്തിമായിയുടെ ഹൃദയത്തിൻ്റെ അന്തരിന്ദ്രിയങ്ങളിൽ നിന്നും രോദനീയമായ ഒരു ശബ്ദം വരികയാണ്. താഴ്മയോടെ അവൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അവൻ നിലവിളിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്: ക്രിസ്തുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മളിൽ ഒരു ബലഹീനത വരുമ്പോൾ, നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ഇതേ താഴ്മയോടുകൂടി നാം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കേണ്ടത് അത്ര അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാകുന്നു. കാരണം നമ്മുടെ വിളി, നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയുകയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്.
പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം പ്രാർത്ഥനയിൽ അവനോട് എന്ത് യാചിച്ചാലും അവനത് തരുവാൻ ഒരുക്കമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ തിരിച്ചു വരാം ബർത്തിമായിയുടെ അടുക്കലേക്ക്. ബർത്തിമായി ഭിക്ഷയാചിക്കുവാനായി ആ വഴിയരികിലിരിക്കുന്നു. യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും അവൻ്റെ അരികിലൂടെ നടന്നു പോകുന്നു എന്ന് അവൻ കേട്ടു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആകയാൽ വിശ്വാസം വരുന്നത് കേൾവിയാലും ആ കേൾവി വരുന്നത് ദൈവത്തിൻ്റെ വചനത്താലും അത്രേ. അന്ധനായ ബർത്തിമായിക്കൊരു പക്ഷേ യേശു ക്രിസ്തുവിനെ അവൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിച്ചില്ല. പക്ഷേ യേശു ക്രിസ്തുവാണ് അവൻ്റെ അരികിലൂടെ നടന്നു പോകുന്നത് എന്ന് അവൻ മനസ്സിലാക്കി. അവൻ കേട്ടു, അവൻ വിശ്വസിച്ചു. അതേ പ്രകാരം ഇപ്പോൾ അവൻ യേശു ക്രിസ്തുവിനെ വിളിച്ച് അവനോട് അപേക്ഷിക്കുകയാണ്: ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. വളരെ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ അവിടെ അപ്പോൾ അരങ്ങേറുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. 48-ാമത്തെ വാക്യം, മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് യേശു ക്രിസ്തുവിനോട് തന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അലറി വിളിച്ച് അപേക്ഷിക്കുന്ന സമയത്ത് ക്രിസ്തുവേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പലരും ഈ ഭിക്ഷക്കാരനെ, ഈ നിസ്സാരക്കാരനായ ഈ ബർത്തിമായി എന്ന അന്ധനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു: മിണ്ടാതിരിക്കുക. ആ പോകുന്നത് യേശു ക്രിസ്തുവാണ്, നീ അലറി വിളിക്കരുത് എന്നെല്ലാം പറഞ്ഞ് അവനെ ശാസിക്കുവാൻ തുടങ്ങി. എന്നാൽ ഓരോ ശാസന അവൻ കേൾക്കുമ്പോഴും ബർത്തിമായിയുടെ ശബ്ദത്തിന് ഉറപ്പ് കൂടിക്കൂടി വരുന്നു. അവൻ്റെ ചുറ്റുമുള്ളവർ അവനെ പലവട്ടം ശാസിച്ചിട്ടും മിണ്ടാതിരിക്കുക എന്ന് കൽപ്പിച്ചിട്ടും അതിനെ ഒന്നും വകവെക്കാതെ ക്രിസ്തുവേശുവിലേക്ക് തൻ്റെ മനസ്സിനെ കേന്ദ്രീകരിച്ച്, തൻ്റെ ഹൃദയത്തെ കേന്ദ്രീകരിച്ച് അവൻ വീണ്ടും ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്: ക്രിസ്തുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാമും നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനോട് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ, നാമും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമാവുന്ന പാതയിലൂടെ നടന്ന് ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാൻ നമ്മുടെ ചുറ്റും പലരും കണ്ടേക്കാം. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം. എവിടെ നിന്നായാലും നാം ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുമ്പോൾ പൈശാചികൻ ഇവരിലൂടെ പ്രവർത്തിച്ച് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് അന്ധന്മാർ? യഥാർത്ഥത്തിൽ ഇവിടെ ബർത്തിമായി എന്ന ഭിക്ഷക്കാരനാണോ കണ്ണു കാണാത്ത കുരുടൻ? ഞാൻ മനസ്സിലാക്കുന്നത് ബർത്തിമായേക്കാൾ കാഴ്ച ഇല്ലാത്തവർ ആ വ്യക്തിയോട് ശാസിച്ച വ്യക്തികളായിരുന്നു. അല്ലെങ്കിൽ ബർത്തിമായോട് മിണ്ടാതിരിക്കുവാൻ ശാസിച്ച ആ ജനങ്ങളായിരുന്നു ബർത്തിമായേക്കാൾ അന്ധർ. ബർത്തിമായി ഭൗതികമായി അവൻ ശാരീരികമായി അന്ധനായിരുന്നുവെങ്കിൽ അവൻ ആത്മീയമായി പ്രകാശമുള്ള കണ്ണുകൾ ഉള്ള വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ അവൻ ആത്മീയമായി അകക്കണ്ണുകളുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ബർത്തിമായോട് ശാസിച്ച ആ വ്യക്തികൾ, ആ ശിഷ്യന്മാർ, ഒരുപക്ഷെ അവർക്ക് ശാരീരികമായി കാഴ്ചയുണ്ടായേക്കാം, എന്നാൽ അവർ ആത്മീയമായി അന്ധരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തങ്ങളുടെ ഗുരുവിൻ്റെ, തങ്ങളുടെ റബ്ബിയുടെ, ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അവർക്ക് ആർക്കും കാണുവാൻ സാധിച്ചില്ല. എന്നാൽ ബർത്തിമായി എന്ന അന്ധന് അത് കാണുവാൻ സാധിച്ചു. ബർത്തിമായിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ വിളിച്ചാൽ എൻ്റെ അപേക്ഷ കേൾക്കും, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനാണ് യേശു ക്രിസ്തു എന്ന് ബർത്തിമായിക്ക് വിശ്വാസമുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ കരുണാർദ്രമായ, അനുകമ്പാർദ്രമായ ആ ഹൃദയം, അത് കാണുവാൻ ബർത്തിമായിലെ അകക്കണ്ണിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കാഴ്ചയുടെ ബലത്തിലാണ് ഇപ്പോൾ ബർത്തിമായി യേശു ക്രിസ്തുവിനോട് നിലവിളിച്ചുകൊണ്ട് പറയുന്നത്: ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ. നമുക്ക് പോകാം. അതിൻ്റെ 47-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അതിനുശേഷം പറയുന്നു: അപ്പോൾ യേശു നിന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ബർത്തിമായിയുടെ
ഈ നിലവിളി കേട്ടപ്പോൾ അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. യേശു നിന്നിട്ട് ഈ കുരുടനായ ബർത്തിമായിയെ, ഈ അന്ധനായ ബർത്തിമായിയെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുന്നു, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ആ കുരുടനെ വിളിച്ചു. യേശുക്രിസ്തു അവൻ്റെ കൂടെ നിന്ന വ്യക്തികളോട് പറയുകയാണ്, ആ കുരുടനെ നിങ്ങളൊന്ന് വിളിക്കുക. അപ്പോൾ ഈ വ്യക്തികൾ ധൈര്യപ്പെടുക, നിന്നെ യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞു. 50-ാമത്തെ വാക്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു വാക്യമാണ്. ഇപ്രകാരം അത് പറയുന്നു, അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുക്രിസ്തു കുരുടനായ തിമായിയുടെ മകനായ ബർത്തിമോസിനെ കാണുവാൻ ആഗ്രഹിച്ച ആ സമയത്ത്, അവനെ വിളിച്ച ആ സമയത്ത് തന്നെ അവൻ തൻ്റെ പുതപ്പ് കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ഓടി യേശുവിൻ്റെ അരികിൽ വന്നുവെന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശുക്രിസ്തു ഇന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ഇന്ന് നമ്മളെ അവൻ്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്ധനായ ഈ ബർത്തിമായിയെ പോലെ നാം ഓടി യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ടോ? വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവർ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ യേശുക്രിസ്തു, നമ്മുടെ അരുമ രക്ഷകനായ ദാവീദ് പുത്രനായ യേശുക്രിസ്തു, അവൻ നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയം അവനായി തുറന്നു കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഭവനങ്ങൾ അവനായി തുറന്ന് കൊടുക്കുകയാണെങ്കിൽ അവൻ നമ്മോടൊത്ത് വസിക്കും. അത്തരത്തിൽ ഒരു വാസത്തിന് ബർത്തിമായിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ധനായിരുന്നിട്ട് പോലും അവൻ്റെ ബലഹീനത ഒരിക്കലും അവന് ഒരു പ്രതിസന്ധിയായില്ല. അവൻ കുരുടനായിരുന്നു. എന്നാൽ യേശു അവനെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, യേശു അവനെ വിളിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ പുതപ്പ് ഉപേക്ഷിച്ച് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരുപക്ഷെ ആ ഭിക്ഷക്കാരന് അവൻ്റെ പുതപ്പ് മാത്രമായിരിക്കാം കൈവശമുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവൻ ആ പുതപ്പിലായിരിക്കാം ഭിക്ഷയാചിച്ച് ആ നാണയത്തൂട്ടുകൾ ശേഖരിച്ചിരുന്നത്. എന്നാൽ യേശു വിളിച്ച അതേ നിമിഷത്തിൽ അവൻ ആദ്യം ചെയ്തത്, അവൻ തൻ്റെ പുതപ്പും ഇട്ടുകളഞ്ഞു. അവൻ്റെ പുതപ്പ് അവൻ വലിച്ച് എറിഞ്ഞു. അവൻ അന്നുവരെ മാറോട് ചേർത്തിരുന്ന, അവൻ അന്നുവരെ തൻ്റെ ഹൃദയത്തോട് ചേർത്തിരുന്ന അവൻ്റെ എല്ലാ പാരമ്പര്യമായ അവിശ്വാസങ്ങളെയും, അവൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച എല്ലാ വിഗ്രഹങ്ങളെയും, എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തിയെയും അവൻ ഇട്ട് എറിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുവരെ ഒരു പക്ഷേ അവൻ മറ്റ് വിഗ്രഹങ്ങളെ ആരാധിച്ചിരിക്കാം, മറ്റു പലരിലും ആശ്രയം വെച്ചിരിക്കാം. എന്നാൽ ഇന്ന് അവൻ ആ പുതപ്പ് ഇട്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള, അവൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഉപേക്ഷിച്ച് യേശുവിങ്കലേക്ക് ഓടി എന്നാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാമും ദൈവത്തിങ്കലേക്ക് ഓടണമെങ്കിൽ നമ്മുടെ പുതപ്പും ഇട്ട് കളയണം. ഇന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ നാം എന്തെങ്കിലും തെറ്റായ വിചാരങ്ങൾ, ദൈവത്തിനേക്കാൾ ഉപരി നാം എന്തിനെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ, അന്യ വിഗ്രഹങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നേച്ചതകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നാം എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നാം അതിനെയെല്ലാം എറിഞ്ഞു കളയണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പുതപ്പ് അവൻ ഭിക്ഷ യാചിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച ഒന്നാണ്. ഈ പുതപ്പിലായിരിക്കാം ഒരുപക്ഷെ അവൻ ആ നാണയത്തൂട്ടുകൾ ശേഖരിച്ചിരുന്നത്. ഇപ്പോൾ അവൻ ആ പുതപ്പ് ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി മുതൽ എനിക്കൊരിക്കലും ഒരു ഭിക്ഷക്കാരനായി ജീവിക്കേണ്ടി വരില്ല എന്നൊരു നിശ്ചയം അവനുണ്ടായിരുന്നു. യേശുക്രിസ്തു വിളിച്ച മാത്രയിൽ തന്നെ അവന് അത്തരത്തിലൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇനി എനിക്ക് ഈ പുതപ്പ് ഉപയോഗിക്കേണ്ടി വരില്ല, എനിക്ക് ഭിക്ഷയാചിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ദാവീദ് പുത്രനായ യേശുക്രിസ്തു എന്നോട് കരുണ തോന്നി എന്നെ സൗഖ്യമാക്കുവാൻ പോകുന്നു. പുറപ്പാട് പുസ്തകം പറയുന്നു, ഞാൻ ഇസ്രായേലിനെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം ഇന്ന് അനുഭവിക്കുന്നത് അതൊരു പക്ഷേ ആത്മീയമായ അസുഖങ്ങളായേക്കാം, അല്ലെങ്കിൽ ശാരീരികമായ രോഗങ്ങളായേക്കാം. രണ്ടായാലും അതിൻ്റെ പരിഹാരം നമ്മുടെ ദൈവത്തെങ്കിലുണ്ട്.
രണ്ടിനും മഹാവൈദ്യൻ നമ്മുടെ ദൈവമാണ്. പക്ഷെ നാം അവങ്കലേക്ക് എത്തണം, നാം അന്വേഷിച്ച് അവങ്കലേക്ക് എത്തണം. അങ്ങനെയാകുന്നുവെങ്കിൽ അവൻ നമ്മെ സൗഖ്യമാക്കും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മോട് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ, ഇതാ പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു. ബർത്തിമായി എന്ന് പറയുന്ന ആ പഴയ മനുഷ്യൻ ഇപ്പോൾ ഒരു പുതുക്കം പ്രാപിക്കുവാൻ പോവുകയാണ്. ബർത്തിമായി എന്ന് പറയുന്ന ആ പഴയ ഭിക്ഷക്കാരൻ ഇനി മുതൽ പഴയ അഭിക്ഷക്കാരനല്ല, മറിച്ച് അവൻ ഇന്നു മുതൽ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇന്നു മുതൽ അവൻ ക്രിസ്തുവിൻ്റെ ഒരു അനുയായിയാണ്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളെ അതേപടി പകർത്തുവാൻ ശ്രമിക്കുന്ന, ക്രിസ്തീയ സ്വഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായിയായി, ഒരു പുതിയ സൃഷ്ടിയായി ബാർത്തിമോസ് എന്ന് പറയുന്ന ഈ അന്ധൻ മാറുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ രൂപാന്തരം പ്രാപിച്ചു. പഴയത് ഇനിയില്ല, ഇനി അവൻ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനത്രേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ഒരു പുതിയ മനുഷ്യനായി തീരണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലം ഒരുപക്ഷെ നോക്കുമ്പോൾ വളരെ മോശമായിരിക്കാം, വളരെ മ്ലേച്ഛകരമായ ജീവിതം നയിച്ചവരായിരിക്കാം നാം എല്ലാം. എന്നിരുന്നാലും ദൈവത്തിന് ഒരു സുവിശേഷം നിങ്ങളെക്കുറിച്ചുണ്ട്. അത് ഇതാണ്: ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലായാൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു. അവൻ നിങ്ങളെ ഒന്ന് പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു, അവൻ നിങ്ങളെ ഒന്ന് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ പുതുക്കലിൻ്റെ അടിസ്ഥാനം അത് വിശ്വാസത്തോടുള്ള ഒരു ഓട്ടമായിരിക്കണം. നമ്മുടെ സ്വയത്തെ എല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി യേശുവിന് വേണ്ടിയുള്ള ഒരു ഓട്ടം. ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അത്തരത്തിൽ ക്രിസ്തു നമ്മുടെ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സുകളുടെ എല്ലാത്തിൻ്റെയും എല്ലാമാകുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സിൻ്റെ കേന്ദ്രമാകുന്നുവെങ്കിൽ, നമുക്കും ബർത്തിമായിയെ പോലെ ഒരു പുതിയ ശിഷ്യനാവാൻ സാധിക്കും, ഒരു പുതിയ മനുഷ്യൻ ആകുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം ബാക്കി ഇപ്രകാരം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം: അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിന് ഇത് ചെയ്യുവാൻ കഴിയുമോ എന്ന് ക്രിസ്തു ചോദിച്ചപ്പോൾ അവൻ വിശ്വാസത്തോടെ പറയുകയാണ്, ഉവ്വ് കർത്താവേ, നിനക്ക് മനസ്സലിവുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും, എനിക്ക് കാഴ്ച തരുവാൻ കഴിയും, എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് ഈ ബർത്തിമായി ഉത്തരം പറയുകയാണ്. അതിനുശേഷം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു അവനോട്, നീ പോയിക്കൊള്ളുക, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, കാരണം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. യേശുക്രിസ്തുവിന് ഒരു പുതിയ ശിക്ഷനെ കിട്ടുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിനക്ക് സമാധാനത്തോടെ പോകാം. എന്നാൽ ആ മാത്രയിൽ കാഴ്ച പ്രാപിച്ച ഈ ബർത്തിമായി എന്ന് പറയുന്ന അന്ധൻ അവൻ്റെ വഴിക്ക് പോവുകയല്ല ചെയ്തത്. നന്ദിയുള്ള ഹൃദയത്തോടെ അവൻ ആ യാത്രയിൽ യേശുക്രിസ്തുവിനെ അനുഗമിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അന്ധനായ ബർത്തിമായിയെ ഇനി അന്ധനായ ബർത്തിമായി എന്ന് വിശേഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരുപക്ഷെ അവന് ശാരീരികമായി കാഴ്ച കാണുവാൻ സാധിക്കുകയില്ലായിരുന്നു. പക്ഷേ അവൻ ആത്മീയമായി ഏറ്റവും നല്ല ഒരു കാഴ്ചയുള്ള മനുഷ്യൻ ആയിരുന്നു. അവൻ ആത്മീയമായി സജീവമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മളിൽ പലരും ഒരുപക്ഷെ ആത്മീയമായി മരിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ആത്മീയമായി നിർജീവമായി ജീവിക്കുന്ന ഓരോ വ്യക്തികളുമായിരിക്കും നാം എല്ലാവരും. എന്നാൽ ഇപ്പോൾ നാം ബർത്തിമായിലേക്ക് ഒന്ന് നോക്കുക. വളരെ വർഷക്കാലം അവൻ കഷ്ടത അനുഭവിച്ചു. കണ്ണു കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തതുകൊണ്ട് അവൻ ഭിക്ഷ യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൻ വന്നു. എന്നാൽ അവൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴാണ്,
യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവങ്കലേക്ക് അവനുള്ളതെല്ലാം ഉപേക്ഷിച്ച് അവങ്കലേക്ക് ഓടി അണഞ്ഞപ്പോൾ യേശു അവനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. യേശു അവനെ വാരിപ്പുണർന്നു. യേശു അവന് യേശുവിൻ്റെ സൗഖ്യം നൽകി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 യോഹന്നാൻ 5-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ചതോ നമ്മുടെ വിശ്വാസം തന്നെ. ബർത്തിമായി തൻ്റെ വിശ്വാസം കൊണ്ടാണ് ആ ലോകത്തെ ജയിച്ചത്. അവൻ്റെ ചുറ്റുമുള്ള ലോകം അവനെ ഒരു അന്ധനായി ചിത്രീകരിച്ചിരുന്നു. അവൻ്റെ ചുറ്റുമുള്ള ലോകം അവനെ ഒരു ഭിക്ഷക്കാരനായി പരിഗണിച്ചിരുന്നു. എന്നാൽ അവൻ വിശ്വാസം കൊണ്ട് ആ ലോകത്തെ ജയിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്കും ലോകത്തെ ജയിക്കണമെങ്കിൽ ബർത്തിമായി കാത്തു സൂക്ഷിച്ച അതേ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലും നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ ആ തീപ്പൊരി നമ്മുടെ ഹൃദയങ്ങളിൽ വളരണം. അതൊരു വലിയ അഗ്നിയായി തീരണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യാക്കോബ് പറയുന്നു 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു: എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റ് അടിച്ച് ഉലയുന്ന കടൽ തിരയ്ക്ക് സമൻ. നാം വിശ്വാസത്തോടെ യാചിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വീണ്ടും പറയുകയാണ് യാക്കോബ്: ഇരു മനസ്സുള്ള മനുഷ്യൻ അവൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകുന്നു. ചഞ്ചലിക്കുന്ന മനസ്സുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ചലിക്കുന്ന വിശ്വാസമുള്ള മനുഷ്യൻ, ഇരു മനസ്സുള്ള മനുഷ്യൻ, അവൻ്റെ എല്ലാ വഴികളിലും അസ്ഥിരനാകുന്നു. അവൻ പോകുന്ന ഒരു വഴികളിലും അവന് സ്ഥിരമാകുവാൻ കഴിയുകയില്ല. കാരണം അവൻ്റെ വിശ്വാസം അല്പം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അത് മാറി നിൽക്കും. അത്തരത്തിലെ ദൃഢതയുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ബർത്തിമായി എപ്രകാരം വിശ്വാസപ്രകാരം ലോകത്തെ ജയിച്ചുവോ, ബർത്തിമായി എപ്രകാരം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സൗഖ്യം പ്രാപിച്ചുവോ, അതേപോലെ അതേ വിശ്വാസം നമുക്കും പകർന്നെടുക്കാം. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെയും നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടിനെയും എല്ലാം മാറ്റുവാൻ ദൈവത്തിലുള്ള ആ വിശ്വാസത്തിന് സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ബർത്തിമായിയെപ്പോലെ നമുക്കും വിശ്വസിച്ച് നമ്മുടെ അന്ധവിശ്വാസങ്ങളെല്ലാം കളഞ്ഞ്, നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളെല്ലാം കളഞ്ഞ്, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും നീക്കി ദൈവത്തിങ്കിലേക്ക് ഓടാം. പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവേ, അടിയങ്ങൾ അങ്ങയിലേക്ക് ഓടിവരുന്നു കർത്താവേ. അങ്ങ് കർത്താവേ ഇരു കൈകളാലും അടിയങ്ങളെ പുണർന്ന് സ്വാഗതം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ വിശ്വാസത്തെ കർത്താവേ അത് സ്ഥിരമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ ഈ ലോകത്തെ ജയിക്കുവാൻ സഹായിക്കണം. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.